ഹലോ മൈ ഡിയേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ ഹൃദയം ആരെങ്കിലും ഓർത്ത് വേദനിക്കുന്നുണ്ടോ? തിരികെ വരുമോ എന്ന് സംശയമുണ്ടോ? അല്ലെങ്കിൽ പുതിയ പ്രണയം നിങ്ങളെ തേടുന്നുണ്ടോ? അതാണ് നമ്മൾ ഇന്നത്തെ 3 കാർഡ് ലവ് റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മളുടെ ഫസ്റ്റ് കാർഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആ സ്പെഷ്യൽ പേഴ്സൺ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണുമായി നിങ്ങളുടെ ആത്മബന്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അതാണ് നമ്മുടെ ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡ് വന്നിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് നഷ്ടമായ പ്രണയം തിരികെ വരാൻ ഞാൻ അറിയേണ്ട സത്യം എന്താണ്? നമ്മൾ ഈ റീഡിങ്ങിന് ടാരറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നത്. ഇനി തേർഡ് കാർഡ് വന്നിട്ട് എൻ്റെ ഹൃദയം തയ്യാറാക്കുന്ന അടുത്ത പ്രണയം എങ്ങനെയായിരിക്കും? അതാണ് നമ്മളുടെ തേർഡ് കാർഡ് വന്നിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ 3 കാർഡ്സും എടുത്തു. ഇനി നമുക്കത് റിവീൽ ചെയ്യേണ്ട സമയമാണേ. ആദ്യത്തെ കാർഡ് എന്തായിരുന്നു? ആ ഒരു പർട്ടിക്കുലർ പേഴ്സണുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? വളരെ ഇമോഷന്റെ കാർഡാണ്. നമുക്ക് 5 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഇമോഷന്റെ കാർഡാണ്. ഈ ഒരു വ്യക്തിയുമായി നിങ്ങൾക്ക് കാർമിക്കായിട്ടുള്ള ബന്ധമാണ് ഉള്ളത്. അതാണ് ഇമോഷന്റെ കാർഡ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ബന്ധം വളരെ കാർമികമായിട്ടുള്ള കണക്ഷനാണ്, അല്ലാതെ ഒരു ടൈം പാസിനുണ്ടായ ഒരു ബന്ധമൊന്നുമല്ല. നമ്മൾ സെക്കൻഡ് കാർഡ് വന്നിട്ട് നഷ്ടമായ പ്രണയം തിരികെ വരാൻ ഞാൻ അറിയേണ്ട സത്യം എന്താണ് എന്നുള്ളതാണ്. 10 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന ഹൈ എൻഡ് ആയിട്ടുള്ള കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടപ്രണയം നിങ്ങളിലേക്ക് തന്നെ വന്നെത്തുന്നതാണ്. അതിനുവേണ്ടി പരിശ്രമിക്കും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു പ്രണയം നിങ്ങളുടെ തന്നെയാണ്. ഇനി തേർഡ് കാർഡ്, പുതിയ പ്രണയം തേടുന്ന ഒരാളുകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം തയ്യാറാകുന്ന അടുത്ത പ്രണയം എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെ മനോഹരമായ 3 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഇമോഷന്റെ കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു സെലിബ്രേഷൻ മൂഡിലുള്ള കാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി നിങ്ങളൊരു പുതിയ പ്രണയം തേടുന്നുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായ ഒരു പ്രണയ കാലഘട്ടമായിരിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ മൈ ഡിയേഴ്സ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റീഡിംഗ്, റിലേഷൻഷിപ്പ് റീഡിങ്ങോ ലവ് റീഡിങ്ങോ വേണമെങ്കിൽ നമ്മൾ അത് റീഡ് ചെയ്തു തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ ലോങ് ഫ്യൂച്ചർ ആണ് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ അസ്ട്രോളജി വഴിയാണ് നമ്മൾ നോക്കി തരുന്നത്. ഇനി റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം നമ്മൾ അസ്ട്രോളജിയിലൂടെ ചെയ്തു തരുന്നതാണ്. ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ ശക്തവും ദൃഢവും ആഴത്തിലുള്ളതും ആക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ എനർജിയിലും നിങ്ങളുടെ എലിമെന്റ് എനർജിയിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലവ് മാഗ്നറ്റ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സും പിരമിഡ്സും ക്രിസ്റ്റൽസും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ ഓർഡർ നൽകുക. താങ്ക് യു ഓൾ.